ഹലോ എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് ഇതുപോലെ ഒരു ഒനിയൻ ഓയിൽ നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ട് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെയുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത്. നമ്മുടെ ചാനലിൽ നമ്മൾ ഇതിനു മുമ്പും ഒനിയൻ ജ്യൂസ് നമ്മൾ മുടിക്ക് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് വീഡിയോ ആയിട്ടുണ്ട്. അപ്പം ഒനിയൻ ജ്യൂസ് നമ്മൾ മുടിക്ക് ഉപയോഗിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹെയർ ഹെൽത്തി ആക്കുന്നതിനും നമ്മുടെ ഹെയറിൻ്റെ വളർച്ച കൂട്ടുന്നതിനും നമ്മുടെ സ്കാൽപ്പിലുള്ള ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിനും ഈ ഒനിയൻ ജ്യൂസ് ഒത്തിരി സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഹെയർ കെയറിങ്ങിനകത്ത് ഇപ്പോൾ നിങ്ങൾക്കറിയാം റിഡൻസിൽ എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റിഡൻസിൽ എന്ന് പറയുന്ന ഒരു ബയോടെക്നോളജി ഉപയോഗിച്ചിട്ട് നാച്ചുറലി ഒരു 7 പരം ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഒരു ലിക്വിഡാണ് റിഡൻസിൽ എന്ന് പറയുന്നത്. അതിനകത്തെ പ്രധാനപ്പെട്ട ഒരു കണ്ടൻറ്റാണ് ഒനിയൻ. ഒനിയനകത്തുള്ള ക്വാർസെറ്റിൻ കണ്ടൻറ്റാണ് റിഡൻസിൽ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൂടാതെ തന്നെ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിലുള്ള പല ഓയിലുകളിലും, ഇപ്പം പ്രധാനമായിട്ട് ഹെയർ ഓയിലുകളിലും ബിയർഡ് ഓയിലുകളിലാണെങ്കിൽ പോലും റിഡൻസിലിൻ്റെ കണ്ടൻറ്റ് ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ ഹെയർ ഓയിലുകൾ പോലും ഒനിയൻ ഹെയർ ഓയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മാർക്കറ്റിലൊക്കെ കണ്ടിട്ടുണ്ടോ? അതുകൂടാതെ നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ബെനിഫിറ്റ്സ് ഓഫ് ഒനിയൻ ജ്യൂസ് ഫോർ ഹെയർ ഗ്രോത്ത് എന്നൊന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. ഒനിയനകത്തുള്ള സൾഫറിൻ്റെ കണ്ടൻറ്റ് നമ്മുടെ സ്കിന്നിലെ കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടുന്നതിന് സഹായിക്കുന്നുണ്ട്, നമ്മുടെ ഹെയറിനെ സ്ട്രോങ് ആക്കുന്നതിനും ഹെയർ തിക്കായിട്ട് വളരുന്നതിന് സഹായിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഹെയർ ലോസ് കുറയ്ക്കുന്നതിന്, ഹെയർ ഗ്രോത്ത് കൂട്ടുന്നതിന് സഹായിക്കുന്നുണ്ട്. ഇത് എത്ര ദിവസം ഉപയോഗിക്കാൻ പറ്റും, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഒനിയൻ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ചെറിയൊരു സവോള, അതിൻ്റെ ഒപ്പം തന്നെ ഒരു 5 ചെറിയ ഉള്ളി, നമ്മുടെ ചെറിയ ഉള്ളി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ വളരെ കുറച്ച് ഓയിലായിട്ട് ഉണ്ടാക്കുന്നത്, കാരണം ഒത്തിരി ഓയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഇതിനകത്ത് കെമിക്കലൊന്നും ആഡ് ചെയ്യുന്നില്ല. നമ്മളിപ്പം ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന ഒനിയൻ ഓയിലിനകത്തൊക്കെ തന്നെ അവരത് കേടാകാതിരിക്കാനുള്ള പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു 60 ml ടോട്ടൽ എണ്ണയാണ് എടുക്കുന്നത്, നമ്മൾ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ചെറിയൊരു കഷ്ണം ഗ്രാമ്പു വേണമെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്യാം. ഗ്രാമ്പു എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ കെയറിങ്ങിനകത്ത്, ഹോം റെമഡിക്കകത്തൊക്കെ ഉപയോഗിക്കുന്ന ഒരു കണ്ടൻറ്റാണ്. നമ്മുടെ ഹെയറിനെ ഹെൽത്തിയൊക്കെ സഹായിക്കുന്ന ഒരു കണ്ടൻറ്റാണ് ഗ്രാമ്പു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രാമ്പു ആഡ് ചെയ്യാം. പിന്നെ ഈ ഒരു ഒനിയൻ്റെ സ്മെല്ല് ഇഷ്ടമല്ലാത്തവർക്ക് വേണ്ടി വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഏലക്ക നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒനിയൻ്റെ സ്മെല്ല് നമുക്ക് ഉണ്ടാകും. ഇത് ജസ്റ്റ് ഓപ്ഷണലായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുന്നേ ഉള്ളൂ. ഈ സവോളയും ചെറിയ ഉള്ളിയും നമ്മളൊന്ന് കഴുകിയെടുത്ത ശേഷം ചെറുതായിട്ടും ചതച്ചെടുക്കുക. ചതച്ചെടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടി എടുത്തേക്കുന്നത്. ഇരുമ്പ് ചട്ടിക്കകത്തേക്ക് നമ്മളൊരു 30 ml എണ്ണ, അതായത് നമ്മൾ 60 ml ടോട്ടലാണെങ്കിൽ അതിനകത്ത് 30 ml എണ്ണ ചട്ടിന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒഴിക്കും. പകുതി എണ്ണ നമ്മൾ ഒഴിച്ചതിന് ശേഷം നമ്മൾ വെച്ചേക്കുന്ന ഈ കൂട്ടെല്ലാം കൂടെ ഒന്ന് തിളയ്ക്കും. അതായത് എണ്ണ ചൂടായി കഴിയുമ്പം ഈ ഒനിയനൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് ഒനിയൻ്റെ കണ്ടൻറ്റൊക്കെ എണ്ണയ്ക്കകത്തേക്ക് ഇറങ്ങും. നമ്മൾ കറിയൊക്കെ വയ്ക്കുമ്പം സവോളയൊക്കെ ചുമന്ന് വരുന്ന പോലെ ആക്കണ്ട. അത് നമ്മുടെ എണ്ണ കൂടുതലായിട്ട് വങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ കരിഞ്ഞു പോകുന്നതിനൊക്കെ കാരണവും ഈ ഒരു സവോളയുടെ കളറൊക്കെ ചെറുതായിട്ട് മങ്ങി കഴിയുമ്പം ഈ ഒരു ഒനിയനകത്തുള്ള കണ്ടൻറ്റൊക്കെ എണ്ണയ്ക്കകത്ത് ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ എണ്ണ ചെറുതായിട്ടൊന്ന് തിളയ്ക്കുന്നുണ്ടാവും. ആ ഒരു സമയത്ത് നമ്മൾ ചട്ടി ഒന്ന് മാറ്റി വയ്ക്കുക. അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചേക്കുന്ന പകുതി എണ്ണ അതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ എണ്ണ കൂടുതലായിട്ട് ചൂടായിട്ട് എണ്ണയുടെ ഗുണം നഷ്ടപ്പെട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം എണ്ണയുടെ ചൂടൊക്കെ ആറി കഴിഞ്ഞ് കഴിയുമ്പം നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റിയിട്ട് നമുക്കത് ഉപയോഗിക്കാം. നമുക്കിത് റെഗുലറായിട്ട് ഉപയോഗിക്കാം. നമ്മൾ മുടിയിൽ എണ്ണ ഉപയോഗിക്കുന്ന ദിവസങ്ങളിൽ, മുടി കഴുകുന്നതിന് മുമ്പ് നമ്മൾ മുടിയിൽ എണ്ണ ഉപയോഗിക്കുന്ന സമയങ്ങളിൽ നമുക്കിത് മുടിയിൽ ഉപയോഗിക്കാം. അതല്ലാതെ നിങ്ങളിപ്പോൾ രാവിലെയൊക്കെ നമ്മൾ എണ്ണ ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു. ആ ഒരു സമയത്ത് നിങ്ങളിത് ഉപയോഗിക്കേണ്ട. ഇതിന് ചെറുതായിട്ട് ഒനിയൻ്റെ സ്മെല്ലുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ മുടി കഴുകുന്നതിന് മുമ്പ് മാത്രമേ ഇത് ഉപയോഗിക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ മുടി കഴുകാം. മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്കാൽപ്പ് മസാജ് ചെയ്ത് നമ്മൾ സാധാരണ എണ്ണ ഉപയോഗിക്കുന്ന പോലെ നമുക്ക് റെഗുലറായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇത് കേടാകാതെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു എണ്ണ മാക്സിമം ഒരാഴ്ച ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ വെയിലത്ത് വെച്ച് ചൂടാക്കിയ ശേഷം മാത്രം ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. മീൻസ് ചൂടാക്കി ഇത് കൊണ്ടുപോകുക. അല്ലെങ്കിൽ ഒരാഴ്ചയൊന്നും ഇരിക്കത്തില്ല, ചിലപ്പോൾ പെട്ടെന്ന് കേടായി പോകും. പിന്നെ നമ്മൾ എണ്ണ ഉണ്ടാക്കുമ്പം ഇതിനകത്തെ ജലാംശം എത്രത്തോളം നമ്മുടെ എണ്ണയ്ക്കകത്ത് നിൽക്കുന്നുണ്ടെന്നനുസരിച്ചിട്ടാണ് എണ്ണ പെട്ടെന്ന് കേടായി പോകാനുള്ള ചാൻസ് ഉള്ളത്. അതുകൂടാതെ തന്നെ ഈ ഒരു എണ്ണ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മെത്തേഡ് എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് എല്ലാ ദിവസവും നമ്മൾ മുടിയിൽ എണ്ണ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ മുടിയിൽ എണ്ണ ചൂടാക്കി ഉപയോഗിക്കുന്നതല്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ല.
അപ്പോൾ നിങ്ങൾ മുടിയിലെ എണ്ണ ചൂടാക്കി ഉപയോഗിക്കുന്ന സമയത്ത് ആ ചൂടാക്കുന്ന എണ്ണയ്ക്കകത്തേക്ക് വളരെ കുറച്ച് കഷ്ണം ഒനിയൻ നമ്മൾ ചതച്ചിട്ടിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഗുലർ ബേസിൽ ഉണ്ടാക്കി ഉപയോഗിക്കാം. ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കണമെന്ന് ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനൊരു ഓയിൽ നമ്മൾ ഉണ്ടാക്കി നമ്മൾ മുടിക്ക് ഉപയോഗിക്കുന്നത് നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്തിനും ഹെയറിൻ്റെ ഹെൽത്തിനൊക്കെ നല്ലതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് വീട്ടിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിലാണ്. നമ്മൾ പറഞ്ഞ പോലെ ഇപ്പം മാർക്കറ്റിൽ കിട്ടുന്ന ഒനിയൻ ഓയിലുകളൊക്കെ ഉണ്ട്. അതും ഒനിയൻ്റെ കണ്ടൻറ്റ് ആഡ് ചെയ്തേക്കുന്നത് തന്നെയാണ്. അപ്പം നമുക്കത് വില കൊടുത്ത് വാങ്ങിക്കാണ്ട് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇത് കൂടാതെ തന്നെ നമ്മുടെ ഹെയർ കെയർ ചെയ്യുന്ന മെത്തേഡുകളൊക്കെ നമ്മൾ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ജസ്റ്റ് നിങ്ങൾ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കൂടുതലായിട്ടുള്ള ഒരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കമൻറ്റ് ചോദിക്കാം, ഞാൻ റിപ്ലൈ ഇട്ടേക്കാം. അതോടൊപ്പം തന്നെ തുടർന്ന് നമ്മുടെ ചാനലിലൊക്കെ വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോ കാണാം. ബൈ.